പ്രാചീന ഗ്രീക്ക് സംസ്കൃതിയിലെ ഉജ്ജ്വലമായ ഒരു കഥാപാത്രമാണ് പ്രോമെത്യൂസ്. ഗ്രീക്ക് പുരാണ കഥകൾ പ്രകാരം പ്രപഞ്ചം ഭരിച്ചിരുന്ന ടൈറ്റാൻസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു കൂട്ടം ദേവന്മാരുണ്ടായിരുന്നു. അവരിൽ ഒരാളായിരുന്നു പ്രോമെത്യൂസ്. ഇവരുടെ ഭരണകാലഘട്ടം ഗ്രീക്ക് പുരാണത്തിലെ സുവർണ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നു. ഗ്രീക്ക് പുരാണത്തിലെ മറ്റൊരു ശക്തനായ ദൈവമാണ് സിയൂസ്. സിയൂസും ടൈറ്റാനുകളും തമ്മിൽ ഒരിക്കൽ യുദ്ധം നടന്നു. യുദ്ധത്തിൽ വിജയിയായത് സിയൂസ് ആണ്. അങ്ങനെ സിയൂസ് ദേവതകളുടെയും മനുഷ്യരുടെയും എല്ലാം ദൈവമായി മാറി. ആ സിയൂസിനൊപ്പം പ്രോമെത്യൂസും പിന്നീട് ചേർന്നു. ഒളിമ്പസ് മലയിൽ ഇരുന്നാണ് സിയൂസ് തൻ്റെ ഭരണം നടത്തിയിരുന്നത്. സിയൂസിന്റെ ശക്തിയെ വെല്ലുവിളിക്കാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ഒരിക്കൽ പ്രോമെത്യൂസ് സിയൂസിന്റെ ആജ്ഞയെ വെല്ലുവിളിച്ച് ദൈവരാജ്യത്ത് നിന്നും അഗ്നി മോഷ്ടിച്ചു. അദ്ദേഹം ആ അഗ്നി ഭൂമിയിലെത്തിച്ച് മനുഷ്യർക്ക് നൽകി. അഗ്നി ലഭിച്ചതോടെ മനുഷ്യജീവിതം ഭൂമിയിൽ പുരോഗമിക്കാൻ തുടങ്ങി. പക്ഷേ സിയൂസിന് ഇത് ഇഷ്ടമായില്ല. ക്രോധം കൊണ്ട് ജ്വലിച്ച സിയൂസ് പ്രോമെത്യൂസിന് ശിക്ഷ വിധിച്ചു. ശിക്ഷ എന്തായിരുന്നെന്നോ? കോക്കാസസ് എന്ന വിജനമായ മലമുകളിൽ പ്രോമെത്യൂസിനെ ചങ്ങലകളിൽ ബന്ധിച്ച് ഇടുന്നു. പിന്നീട് സിയൂസിന്റെ ഒരു പരുന്ത് വന്ന് പ്രോമെത്യൂസിന്റെ കരൾ കുത്തിപ്പറിച്ചു തിന്നുന്നു. നിസ്സഹായനായ പ്രോമെത്യൂസ് ആ വേദന മുഴുവനും സഹിക്കും. ഓരോ ദിവസവും രാത്രി പക്ഷേ ആ കരൾ പൂർവസ്ഥിതി പ്രാപിക്കും. പിന്നീട് വീണ്ടും പരുന്തിന്റെ ആക്രമണം നടക്കും. അങ്ങനെ പ്രോമെത്യൂസ് നിത്യവേദനയിൽ ആണ്ടുപോയി. മനുഷ്യരാശിക്ക് അഗ്നി കൊടുത്തതിനായിരുന്നു ഈ ദൈവശിക്ഷ അദ്ദേഹം ഏറ്റുവാങ്ങിയത്. ഗ്രീക്ക് ഇതിഹാസ കഥകളിലെ ജ്വലിക്കുന്ന കഥാപാത്രമാണ് പ്രോമെത്യൂസ്. സ്വന്തം ജീവിതത്തെ അപകടപ്പെടുത്തി മനുഷ്യരെ സഹായിച്ച ടൈറ്റാൻ. സാഹിത്യത്തിൽ, ചിത്രകലയിൽ, സംഗീതത്തിൽ, നാടകത്തിൽ എല്ലാം ഇടം നേടിയ കഥാപാത്രമാണ് പ്രോമെത്യൂസ്. പ്രോമെത്യൂസ് അൺബൗണ്ട്, ബന്ധന വിമുക്തനായ പ്രോമെത്യൂസ് ഒരു നാടകമാണ്. പ്രസിദ്ധമായ ഈ നാടകരചന നടത്തിയിട്ടുള്ളത് ഏസ്കിലസ് എന്ന ഗ്രീക്ക് പ്രതിഭയാണ്. ഇന്നും അനേക ലക്ഷം മനുഷ്യരെ ആകർഷിക്കുന്നു പ്രോമെത്യൂസിന്റെ കഥ. പ്രോമെത്യൂസ് എന്ന പേരിന് അർത്ഥം മുൻപേ ചിന്തിക്കുന്നയാൾ എന്നാണ്.